പാണക്കാട് കുടുംബത്തിനെതിരെ അണിയറ നീക്കം നടക്കുന്നുവെന്ന മുസ്ലിം നേതാക്കളുടെ പരാമർശങ്ങൾ തള്ളി പാണക്കാട് മൊയ്നലി തങ്ങൾ. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉന്നമിട്ടായിരുന്നു പ്രതികരണം. സമസ്തയിലെ ഒരു വിഭാഗം പാണക്കാട് സാദിഖ് അലി തങ്ങളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന മുസ്ലിം ലീഗിൽ ചിലർ കരുതുന്നു. പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന് MSF പൈതൃകം വേദിയിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് കുടുംബത്തിന്റെ സ്വാധീനമുള്ളിടത്തൊക്കെ കുറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ചില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. ആരും ഇവിടെ കൊമ്പും ചില്ലയും വെട്ടാൻ പോകുന്നില്ലെന്ന് പാണക്കാട് മൊയ്നലി തങ്ങളുടെ മറുപടി. താഴ്ന്നു കൊടുക്കേണ്ട ഇടങ്ങളിൽ താഴ്ന്നു കൊടുക്കാനുള്ള മനസ്സ് നേതാക്കൾ കാണിക്കണമെന്നും മൊയ്നലി തങ്ങൾ. ഇവിടെ ആരും കൊമ്പിന്റെ ചില്ല വെട്ടാൻ ആരും പോകുന്നില്ല. സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല, മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മംഗലുകളൊരു കാഴ്ചയിലും. ചന്ദ്രനോളം ഉയരത്തിലുള്ള പാണക്കാട് കുടുംബത്തെ ആർക്കും സ്പർശിക്കാനാവില്ലെന്ന അബ്ദുസമദ് സമദാനിയുടെ പരാമർശത്തിന് ചന്ദ്രനെയും സൂര്യനെയും മറച്ചുപിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ലെന്നായിരുന്നു മൊയ്നലി തങ്ങളുടെ മറുപടി. മലപ്പുറം കാടപ്പടിയിലെ സമസ്തയുടെ ആദർശ സമ്മേളനത്തിലാണ് പ്രതികരണം. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷനുമാണ് പാണക്കാട് മൊയ്നലി ശിഹാബ് തങ്ങൾ. എന്നാൽ നിലവിലത്തെ വിവാദങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നാണ് ലീഗിൽ ധാരണ. SKSSF നേതാവ് സത്താർ പന്തല്ലൂരിന്റെ കൈവിട്ട് പരാമർശത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾ മൗനം പാലിക്കുകയാണ്. സമീർ ബിൻ കരീം, 24 മലപ്പുറം.